ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങി പോലീസ്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധരുടെ സേവനം തേടാനാണ് തീരുമാനം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് നീക്കം. അതേസമയം 4 പേരുടെയും മരണത്തിൽ ദുരൂഹത നീക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയും രംഗത്ത് വന്നു. കഴിഞ്ഞ 10-ാം തീയതിയാണ് പണിക്കൻകുടിക്ക് സമീപം കൊമ്പടിഞ്ഞാലിൽ ചെള്ളിപ്പടവ് വീട്ടിൽ ശുഭ, മാതാവ് പൊന്നമ്മ, മക്കളായ അഭിനവ്, അഭിനന്ദ് എന്നിവരെ വീടിന് തീപിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ KSEB ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതല്ല എന്ന് കണ്ടെത്തി. ഇതോടെയാണ് വിദഗ്ധരായ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ആവശ്യപ്പെട്ട് ഇടുക്കി DYSP സംസ്ഥാന പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയത്. ഈ ആഴ്ചയിൽ തന്നെ കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയേക്കും. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും തീപിടുത്തത്തിന്റെയോ മരണങ്ങൾ സംബന്ധിച്ചുള്ള കാരണങ്ങളിലോ വ്യക്തതയില്ലാത്തത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥർ ആ വിഷയം ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആശങ്കയുണ്ട്, ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെയൊരു മരണമോ കാര്യങ്ങളോ അടുത്ത പ്രദേശത്ത് നടന്നിട്ടില്ല. ഒറ്റപ്പെട്ട മേഖലയാണ് ഈ മേഖല. സമഗ്രമായ ഒരു അന്വേഷണം ഇടുക്കി പോലീസ് മേധാവിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. അതേസമയം ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നിന്നും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകുമെന്ന നിഗമനവും പോലീസിനുണ്ട്. ജനം, ഇടുക്കി.